ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓരപ്പമാണ്. ഓരപ്പം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കിയിരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഓരപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓരപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വറുക്കാത്ത അരിപ്പൊടി വേണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി 4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം ഒന്ന് വെള്ളം വാലാനായിട്ട് വെക്കണം. വെള്ളം എല്ലാം പോയിട്ട് അരി കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടത്. അരി ഞാനൊരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം പോയിട്ട് അത് കുറച്ചൊന്ന് ഡ്രൈ ആവും. അതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ശർക്കര ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ശർക്കര ചേർക്കുമ്പോൾ ഇതിന് ഒത്തിരി മധുരം കാണത്തില്ല, കറക്റ്റ് മധുരമായിരിക്കും. അപ്പം നല്ല മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 250 അല്ലെങ്കിൽ 300 ഗ്രാം ശർക്കര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര ഉരുകിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ശർക്കരയിൽ നിറയെ പൊടി ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ അരി മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം വെള്ളമൊക്കെ പോയിട്ട് ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ ഈ അരി എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉള്ള പോലെ തോന്നിയാൽ ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു തുണി എടുക്കുക. എന്നിട്ട് ഈ അരി അതിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒന്ന് ഒപ്പിയെടുത്താൽ മതി. ഓക്കെ, ആ തുണിയിൽ ബാക്കിയുള്ള വെള്ളം അങ്ങ് പിടിച്ചോളും. ഇതുപോലെ ചെയ്താൽ മതി. അരി ഞാനിവിടെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 തവണയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം കുറേ സമയം എടുക്കും പൊടിഞ്ഞ് കിട്ടാനായിട്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇത് പച്ചരിയൊന്നും ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് അത് തന്നെ ഉപയോഗിക്കാം. 1 കപ്പ് അരിപ്പൊടി തന്നെ എടുത്താൽ മതി. അപ്പോൾ അരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം. അപ്പോൾ പച്ചരിയെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പറ്റുന്നിടത്തോളം തരിയില്ലാതെ നല്ല പൗഡറാക്കി എടുക്കാൻ നോക്കണം. ഇനി നമുക്ക് ഈ ഓരപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി വേണം. പിന്നെ 3 കപ്പ് തേങ്ങാപ്പാലും വേണം. ഞാനിത് കട്ടി തേങ്ങാപ്പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതായത് 1-ാം പാല്. നിങ്ങളൊരു വലിയ തേങ്ങ എടുത്തിട്ട് ചിരകി മിക്സിയിലിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കുന്ന പാലാണിത്. പിന്നെ ഈ ഒരപ്പത്തിലോട്ട് നമ്മൾ ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി, പെരിഞ്ചീരകം ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അളവ് പറയാം. പിന്നെ നമുക്ക് ഒരപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വലിയൊരു പാൻ വയ്ക്കുക, പരന്ന ഒരു പാൻ വയ്ക്കുക. പരന്ന പാനാകുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് എല്ലാ സാധനങ്ങളും ചേർക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പച്ചരി പൊടിച്ചു വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അരിപ്പൊടിയെല്ലാം തേങ്ങാപ്പാലിലും ശർക്കരയിലും അങ്ങ് അലിയണം. വറുക്കാത്ത അരിപ്പൊടി ആയതുകൊണ്ട് അങ്ങനെ കട്ട പിടിച്ച് കിടക്കത്തില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് അലിഞ്ഞോളും. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. അതിൻ്റെ കട്ടയൊക്കെ പോയി നല്ല സ്മൂത്ത് ആയതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യാവുള്ളൂ. ഇപ്പോൾ കണ്ടോ, അരിപ്പൊടിയെല്ലാം അതിനകത്തങ്ങ് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പോൾ ഇനി സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം തീ കുറച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ തീ കുറച്ചിട്ടേ ചെയ്യാവുള്ളൂ. കാരണം അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒക്കെ ആയതുകൊണ്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് കുറുകാൻ തുടങ്ങും. പക്ഷേ പെട്ടെന്ന് കുറുകി കിട്ടുമ്പം നമ്മുടെ ആ പച്ച അരിപ്പൊടിയുടെയൊക്കെ ചുവ അതുപോലെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ ചെയ്യണം. ആ അരിപ്പൊടി എല്ലാം വെന്ത് ശർക്കരയുടെ കൂടെ അങ്ങ് ചേരണം. എന്നാലേ അതിൻ്റെ ശർക്കരയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് അരിപ്പൊടിയിലോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ പച്ച അരിപ്പൊടിയുടെ ഒരു ചുവയുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റിൽ കൂടുതൽ എടുക്കും ഇതിങ്ങനെ കുറുകി വരാൻ. അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ ചിലർ ഒരപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മുട്ടയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. ഇതേ അളവിനാണെങ്കിൽ 1 മുട്ടയും കൂടി ചേർത്തിട്ടാണ് ഒരപ്പം തയ്യാറാക്കുന്നത്. പക്ഷേ എനിക്ക് ഈ മുട്ട ചേർക്കാത്ത റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പോൾ ഈ റെസിപ്പി ആകുമ്പോൾ മുട്ട കഴിക്കാത്തവർ, വെജിറ്റേറിയൻസിനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത്രയും കുറുകുന്ന സമയത്ത് ഇതിങ്ങനെ അവിടെ ഇവിടെ കട്ട പിടിക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മുടെ ഈ സ്പൂണിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഈ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ ആ കട്ടയെല്ലാം അങ്ങ് ഉടഞ്ഞുടഞ്ഞ് പൊയ്ക്കോളും. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനിയും കുറുകി വരണം. ഇത് കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നമ്മളൊരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്തത്. കുറച്ചായിട്ട് എണ്ണ ചേർത്തിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിനകത്ത് നമ്മൾ അധികം നെയ്യ് ചേർക്കത്തില്ല. വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിനി അടുത്ത 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ഫ്ലേവറിനായിട്ടുള്ള സാധനങ്ങൾ ചേർക്കാം. ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകവുമാണ് ചേർക്കുന്നത്. പിന്നെ ഈ ഫ്ലേവറിനായിട്ട് ചേർക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. പെരിഞ്ജീരകം നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ശരിക്കുമുള്ള ഒരപ്പത്തിൻ്റെ റെസിപ്പിയിൽ പെരിഞ്ജീരകം ചേർക്കും. അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് ഒരപ്പം കൂടുതൽ ടേസ്റ്റി ആവുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എണ്ണ ആ കൂട്ടിലോട്ട് നന്നായിട്ടങ്ങ് പിടിക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അവസാനത്തെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുവാണ്. ഇപ്പോൾ നമ്മൾ 6 ടേബിൾ സ്പൂൺ എണ്ണ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. വീണ്ടും ഇതൊരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കട്ടിയായാൽ മതി. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കശുവണ്ടിയോ ഉണക്കമുന്തിരിങ്ങയോ ഒക്കെ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ബോൾ പോലെ ആയി വരണം. കണ്ടോ? അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം. ഒരപ്പം സെറ്റാകാൻ വെക്കാൻ വേണ്ടി ഇതുപോലൊരു പാൻ എടുക്കാം. ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിൻ്റെ താഴെയും സൈഡിലും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. കേക്ക് പാൻ തന്നെ എടുക്കണമെന്നില്ല, ഏത് പാത്രം എടുത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ഈ സൈസിനുള്ള കേക്ക് ടിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഒരപ്പത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് മുകളിൽ നന്നായിട്ട് ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇതിന് നല്ല ചൂടുണ്ടാവും. പക്ഷേ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുമ്പോൾ അധികം ചൂടടിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഓരപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അതായത് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ചെറിയ പീസായിട്ട് മുറിച്ച് കഴിക്കാം. പക്ഷേ ശരിക്കും ഒരപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഈ അടുപ്പിൽ തന്നെ വെച്ചിട്ട് താഴെ കനലുണ്ടാവും. പിന്നെ ഈ പാത്രം മൂടിയിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് കനലിടും, നമ്മൾ ഈ ദമ്മൊക്കെ ചെയ്യുന്ന പോലെ. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഈ ഒരപ്പത്തിൻ്റെ മുകളിലും താഴെയും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. അങ്ങനെ മുരിഞ്ഞ് കിട്ടുന്നതാണ് ഒരപ്പത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. പക്ഷെ നമുക്കിപ്പോൾ വിറകടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഓവൻ ഉള്ളവർക്കാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിലും താഴെയും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതുപോലെ കുറച്ച് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ താഴെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഒരു സ്റ്റീൽ റിങ് വെച്ച് കൊടുക്കാം. സ്റ്റീൽ റിങ് തന്നെ വേണമെന്നില്ല, ഇപ്പം ഒരു പാത്രം ആയാലും മതി. ഇതിനി മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെക്കാം. ഇത് നല്ല ചൂടാവണം. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരപ്പത്തിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. സൂക്ഷിച്ച് വെക്കണം, ആ പാത്രം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇതിനി തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെക്കാം. ഒരപ്പത്തിൽ നമ്മൾ നിറയെ എണ്ണ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് ഇതിൻ്റെ സൈഡും താഴെയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൻ്റെ സൈഡ് കണ്ടോ, ആ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
ഇതുപോലെ ആയി വരും. ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്റ്റവിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ സൈഡിലും താഴെ മാത്രമേ മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ, മുകളിൽ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ വിറകടുപ്പിലാകുമ്പം മുകളിൽ നമ്മൾ കനലിടുമല്ലോ, അപ്പം അതുപോലെ തന്നെ നല്ല ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരപ്പം തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് ആ പാന് തിരിച്ചിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇളകി വരും. കണ്ടോ, ഇതിനിപ്പോഴും ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ പരുവം കറക്റ്റ് ആവുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം ഈ അരിപ്പൊടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് വേവാത്തതാണെന്ന്. പക്ഷെ ശരിക്കും അത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിയും. അപ്പോൾ നല്ല നാടൻ ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. പിന്നെ ബാക്കി വരുന്നത് ഒരു ദിവസമൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാം, കേടാകാതെ ഇരിക്കും. പക്ഷെ അതിൽ കൂടുതൽ വെക്കുന്നെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നത് കേടായിപ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൻ.